വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തിലും ചെയ്തു കൊടുക്കും. കേരളത്തിൽ എവിടെയും വണ്ടി എത്തിച്ചു കൊടുക്കും. അതെന്താ റേറ്റിനോ കാര്യങ്ങൾക്കോ എന്താ വ്യത്യാസം? ഇല്ലല്ല, ഷോറൂം പ്രൈസ് തന്നെയാണ്, കമ്പനി ചെയ്തു കൊടുക്കുന്നതാണ്. ഹായ്, ജോയുടെ പുതിയ 2 ഇലക്ട്രിക് 2 വീലർ വന്നിട്ടുണ്ട്. നമ്മുടെ PGയിൽ എത്തിയിട്ടുണ്ട് ഷോറൂമിൽ. അപ്പോൾ നമുക്ക് ആ 2 2 വീലറുകളൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോൾഫ് എന്ന പേരുള്ള ഈ മോഡലിനെയാണ്. ഇത് പുതിയ മോഡലാണ് ഇലക്ട്രിക്കല്. ജോയ് ഇലക്ട്രിക്കൽ ബൈക്കിന്റെ വോൾഫ് എന്ന് പറഞ്ഞ മോഡലാണ്. പുതിയ ശേഷം ഒന്നും വേണ്ട. 250 വാട്ട്സ് മോട്ടർ തന്നെയാണ് ഇതിനും വരുന്നത്. ഒരു സാധാ അപ്പോൾ ഒരു TVS എൻഡോർക്ക് മോഡൽ വണ്ടിൻ്റെ അതേ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻഡിക്കേറ്ററൊക്കെ കണ്ടില്ലേ. ബാറ്ററി ഫീച്ചേഴ്സൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ ഈ കീ കൊണ്ട് തന്നെ നമുക്ക് പിന്നത്തെ ഡോർ തുറക്കാം. ഇപ്പോഴത്തെ എല്ലാ വണ്ടിയും സിസ്റ്റത്തിൽ തന്നെ വന്നു. കീൻ്റെ സിസ്റ്റം ഒക്കെ ഒന്ന് തിരിച്ചാൽ ഓപ്പൺ ആയി. ഇതാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഇവിടെ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ വരാണ്ട്. ഇത് ഡെമോ വണ്ടിയാണ്. കൊടുക്കുമ്പോൾ കവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുക. സാധാ വണ്ടി പോലെ തന്നെ കുറച്ചുകൂടി പവർ കൂടിയ ബാറ്ററിയാണ്. മറ്റേ ബാറ്ററി ചാർജിങ്ങിൽ അതെ, മറ്റേത് 20 ഹാം ആണെങ്കിൽ ഇത് 40 ഹാമിലേക്ക് പോയി. ബാറ്ററിന്റെ റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. ഫുള്ള് ചാർജിങ്, പിന്നെ ഇത് ഫുൾ ചാർജിങ്ങിനുള്ള ടൈം, ചാർജിങ് 2 യൂണിറ്റ് എടുക്കും. ടൈം ഒക്കെ സെയിം തന്നെ. പിന്നെ സിംഗിൾ ബാറ്ററിയിലാണ് 72. ഇതിന് ഓൺ റോഡ് പ്രൈസ് 3.5 മണിക്കൂറല്ല ചാർജ്, ഫുൾ ചാർജ് 3.5 മണിക്കൂർ. 3.5 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. എത്ര കിലോമീറ്റർ വണ്ടി? 70 കിലോമീറ്റർ. 7 കിലോമീറ്റർ. മറ്റേ വണ്ടി മാതിരി തന്നെ ഫുൾ ചാർജിൽ 70 കിലോമീറ്റർ. അതെ, എക്സ്ട്രാ ബാറ്ററി വരുമ്പോൾ 25,000 കൂടും. മുന്നോട്ട് ഇതിന്റെ ഉള്ളോട്ട് എക്സ്ട്രാ ബാറ്ററി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിന്റെ ഉള്ളോട്ട് ഇങ്ങനെ സ്പേസ് ഉണ്ട്. മറ്റേ വണ്ടിന്റെ അതേ ടൈപ്പ് തന്നെ വെച്ച് 140 മൈലേജ് പറയുന്നത്. 120 എന്തായാലും കവറാവും. 100 എന്തായാലും 120 ഞാൻ പറയുന്നത് എല്ലാവരോടും. ഉപയോഗിച്ചിട്ട് കിട്ടുന്നുണ്ട്. കോഴിക്കോടൊക്കെ പോയിട്ട് 120 കവറായി വെച്ച് കിട്ടുന്നുണ്ട്. 2 ബാറ്ററി വെക്കുമ്പോൾ 120 ബാറ്ററിയിൽ. ആ ബാറ്ററിക്ക് ഒരു ബാറ്ററിക്ക് എക്സ്ട്രാ എത്ര വരുന്നു? 25,000 രൂപ. ദിവ്യായണ 2 കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട്. വണ്ടിന്റെ റേറ്റോ? ഇതിന് 72,500 വരും റേറ്റ്. രജിസ്ട്രേഷൻ ഒന്നുമില്ല, ഒന്നും RTO ആയിട്ട് കളിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ. ഇപ്പം ലൈസൻസ് നിർബന്ധമല്ല. അതെ, നമ്മൾ വണ്ടിക്ക് വരുന്ന 2 പിന്നിലും ഫ്രണ്ടിലും വരുന്ന വണ്ടിക്ക് ഡിസ്ക് ബ്രേക്കാണ്. സ്കൂട്ടി പ്ലഷറും പെപ്പിന്റെ ഒക്കെ അതേ സെയിം ടയറാണ് വരുന്നത്. മാർക്കറ്റിൽ അവൈലബിളാ. ഹോണ്ട ഡിയോ അല്ലേ, അതിന്റെ ഡിസ്കാ വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. ഹോണ്ട ഡിയോന്റെ ഡിസ്ക്. ഡിയോന്റെ സാധാ ഈ ആക്റ്റീവ സ്കൂട്ടർ ടൈപ്പിന് ബാക്കിൽ ഡിസ്ക് വരുന്നത് ഇപ്പൊ കുറവാ. ഇപ്പത്തെ വണ്ടിയൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പത്തെ ടൈപ്പിനൊക്കെ ഇപ്പത്തെ വണ്ടിയിൽ നമ്മള് മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്ന ഒരു പ്ലഗ് ഉണ്ട്. പ്ലഗ് അല്ല, ഒരു പോർട്ട്. അതിന് നിങ്ങൾ ചാർജറും വാങ്ങണം. ഇതിന്റെ ചാർജർ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളെ ഏത് മൊബൈൽ വെച്ചാലും അതിന്റെ കേബിൾ മാത്രം വാങ്ങിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിൽ കുത്തിയിട്ട് സാധാ ചാർജറിന്റെ മുകളിൽ കേബിൾ എടുത്തിട്ട് USB കേബിൾ ഉപയോഗിച്ചാൽ ഇതിൽ കുത്തി എടുത്ത് ഉപയോഗിക്കാം. ഫോൺ ഇവിടെ വെക്കുകയും ചെയ്യാം. മറ്റേ വണ്ടിക്ക് ആ സിസ്റ്റം അല്ലായിരുന്നു. ഇതിന്റെ മുൻപ് വന്ന മോഡലിന് ആ സിസ്റ്റം അല്ല. അപ്പൊ ആ ഒരു സിസ്റ്റം കൂടി ഇതിന് കൂടുതൽ വന്നു. പിന്നെ റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. റിവേഴ്സ് ഗിയർ മറ്റേനുണ്ട്. കുറച്ചൊരു പവർ വണ്ടി. അതുപോലെ മറ്റേ 3 മോഡ് തന്നെ.
ഈ മോഡലിൻ്റെ പേര് ഗ്ലോബ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 72 കിലോ. ടോട്ടൽ വണ്ടീൻ്റെ വെയിറ്റ് വരുന്നത്. സിംഗിൾ ബാറ്ററിയിൽ 70 കിലോമീറ്റർ മൈലേജ്. 70,000 വണ്ടീൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് കാര്യങ്ങളാണ് വരുന്നത്. മറ്റേ വോൾഫിനായിട്ട് നോക്കുക വെച്ചാൽ വോൾഫിനെക്കാട്ടും 2,500 രൂപ കുറവാണ് ഗ്ലോബിന്. ഒരു മാസം ബുക്കിംഗ് ആണ്. നല്ല ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ് ഇത്. ഡിമാൻഡായി വരുന്നുണ്ട് വണ്ടിക്ക് ഇപ്പോൾ. ഷോറൂം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊടുക്കുക. ആൾക്കാരെ ഇപ്പം 4-5 ബുക്കിംഗ് എടുത്തിട്ട് ഡെഡിക്കേഷനും വണ്ടി കൊടുക്കാനില്ല. വണ്ടി വരണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കുന്നുണ്ടല്ലേ? ഒരു 10-15 ദിവസം 30 ദിവസം എന്തായാലും വണ്ടി വരാൻ. ഈ വണ്ടി വരാൻ 30 ദിവസം പിടിക്കും. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച വണ്ടി ഒരു 15 ദിവസം കൊണ്ട് വണ്ടി എത്തും. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ഒരു ആഷും കളറാണ് പിന്നെ വരുന്നത്. 2 കളറിലാണ് വരുന്നത്. 3 കളറിലാണ് ടോട്ടൽ വരുന്നത്. ഒരു കളർ ബ്ലൂ ആ. 2 ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു എന്താ പറയുക, സ്മോക്ക് ചെയ്ത ടൈപ്പാണ് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് റോഡ് നമ്മുടെ വിപണിയില്ല. ഒരു കാറിന്റെ ഒക്കെ ഒരു മോഡലാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇങ്ങനെ സ്പോക്കിന്റെ ടൈപ്പ് എന്താ പറയുക, അൾട്ര ഒക്കെ ചെയ്യുന്ന വണ്ടിക്ക്, അൾട്രേഷൻ ചെയ്യുന്ന വണ്ടിക്കൊക്കെ ഞാൻ കണ്ടുള്ളൂ. ഇത് കമ്പനി തന്നെ എങ്ങനെ വരുന്ന ടൈപ്പാണ്. ലൈറ്റും കാര്യങ്ങളൊന്നും കുറവുമില്ല. പുതിയ മോഡൽ ഒരു വെസ്പ ടൈപ്പാണ് ഇത്. വെസ്പ ടൈപ്പാണ് വണ്ടി കറക്റ്റായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു വെസ്പ മോഡലിൽ ഇപ്പോൾ നമ്മുടെ വിപണി കാണാത്തൊരു ടൈപ്പാണ് എല്ലാ വണ്ടിയിലും ഇപ്പോൾ പറയാച്ചാൽ. അതെ, പുതിയ മോഡൽ വിപണിയിലേക്ക്, അതായത് നമ്മുടെ റോഡിൽ കാണാത്ത മോഡലുകൾ. അതെ അതെ അതെ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ് വരുന്നത്. ഇലക്ട്രിക് വണ്ടിക്കൊന്നും പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ഒന്നും ഇറക്കിയിട്ടില്ല. ചുറ്റിലും ഡേ ലൈറ്റ് LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് എന്താ പറയുക, വണ്ടീൻ്റെ ഒരു ബ്യൂട്ടി ഒന്നുകൂടി കൂട്ടും. അതെ, ആ ലൈറ്റൊക്കെ. മൊബൈൽ ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. മൊബൈൽ ചാർജിങ് ഇതിനുണ്ട്. മൊബൈൽ ചാർജിങ് വരുന്നുണ്ട്, സ്വിച്ചും വരുന്നുണ്ട്. ചാർജ് ഓണായി ഡാറ്റ കേബിൾ കുത്തി കഴിഞ്ഞിട്ട് ആക്കിയാൽ പവർ വരും. പിന്നെ ഹുക്ക് സാധാ വണ്ടി പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചാർജിങ് വരുന്നത് വണ്ടീൻ്റെ ഈ സൈഡാണ്. ഒരു പോർട്ടേ വണ്ടി ചാർജിങ് വരുന്നുള്ളൂ. ചാർജിങ്ങിൻ്റെ വരുന്നത്. അതാണ് പിന്നെ ചാർജിങ് ടൈമൊക്കെ കറക്റ്റ് 3-4 to 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. കീ അതേ ടൈപ്പ്, കിലോമീറ്റർ അതേപോലെ, മൈലേജ് 70 തന്നെ. ഡബിൾ ബാറ്ററി വരുമ്പോൾ 140. വണ്ടിക്ക് 25,000 ബാറ്ററി എക്സ്ട്രാ ബാറ്ററിക്ക്. കീന്റെ മുകളിൽ തന്നെയാണ് ഇതും അതേ ടൈപ്പ് തന്നെയാണ് ഓപ്പൺ ചെയ്യുക. ബാക്കത്തെ ഇതാണ് സ്പേസ്. ഇവിടെ എന്ത് വേണേൽ വെക്കാം. സ്റ്റോറേജ് സ്പേസാണ്. മറ്റേ വണ്ടി പോലെ തന്നെ ഒരു കട്ട് ഓഫ്, ഹെൽമെറ്റ് ഒക്കെ വെക്കാനുള്ള സൗകര്യം, ഹെൽമെറ്റ് വെക്കാനും സാധനം വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന്റെ അടിയിൽ തന്നെയായിട്ടാണ് ബാറ്ററിയും വരുന്നത്. ഇതാണ് ബാറ്ററി. ഇതിന്റെ ഫ്രണ്ടിലേക്ക് സ്പേസ് ഉണ്ട്. എല്ലാ വണ്ടിക്ക് സ്കൂട്ടറിനും ഫ്രണ്ടിലേക്കാണ് എക്സ്ട്രാ ബാറ്ററി വെക്കാനുള്ള. അതെ അതെ, എക്സ്ട്രാ ബാറ്ററി വെക്കും. 25,000 രൂപയാണ് കൂടുക. എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ദിവസം 70 കിലോമീറ്റർ ദിവസം ഓടുന്ന ആൾക്കാരുണ്ട്, 100ന്റെ പുറത്ത് ഓടുന്ന ആൾക്കാരുണ്ട്. പിന്നെ എങ്ങനെ ഡെലിവറി പിന്നെ ജില്ലയിൽ മാത്രമാണോ അതാ? അല്ല, ഓൾ കേരള മൊത്തമായിട്ട് ചെയ്യും. എന്നെ വിളിക്കുന്നവരൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ട, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലായിടത്തിലും ചെയ്ത് കൊടുക്കും. കേരളത്തിൽ എവിടെയും വണ്ടി എത്തിച്ചു കൊടുക്കും. അതെന്താ, റേറ്റിനോ കാര്യങ്ങൾക്കോ എന്തോ വ്യത്യാസം? ഇല്ലല്ല, ഷോറൂം പ്രൈസ് തന്നെയാണ്, കമ്പനി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ എവിടെ വണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ, നിങ്ങൾ ഷോറൂം നമ്പർ ബന്ധപ്പെട്ട കേരളത്തിൽ എവിടെ എത്തിച്ചേരും. വണ്ടി വന്ന് നിങ്ങൾ കാണുക. ആദ്യം നിങ്ങൾ നമ്മളെ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലാണ് നമ്മൾ ബുക്കിംഗ് അനുസരിച്ച് ചെയ്യുന്നത്. നമ്മുടെ കാലിലെ ഫുഡ് ഡ്രസ്സൊക്കെ സിംഗിൾ ബട്ടണിൽ, സിംഗിൾ ടച്ചിൽ പോടുന്ന ടൈപ്പാണ്. സ്വിച്ച് മാതിരി ഒന്ന് ഉള്ളോട്ട് തൊട്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് ഒന്ന് മെല്ലെ ആക്കിയാൽ അതാടെ ഹോൾഡായി. വേറെ ഇളക്കത്തിലും കാര്യത്തും ഒന്നോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ വരൂ. ഫൈനാൻസിനെ പറ്റി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാധാ വണ്ടി പോലെ തന്നെ ഇലക്ട്രിക് വണ്ടിക്ക് ഫൈനാൻസ് കിട്ടുമെന്ന്. റോഡ് രജിസ്ട്രേഷനും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിക്ക്
ഫൈനാൻസ് കിട്ടും. എഞ്ചിൻ നമ്പറും കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ്. പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത മോഡലാണല്ലോ, അതെ, അതിൻ്റേതായ ഇതുണ്ട്. നിങ്ങളെന്താ പേഴ്സണൽ ലോൺ പോലെയാണ് ഇപ്പോൾ ലോണ് കൊടുക്കുക. ബജാജ് കാർഡൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഫിൻസറിൻ്റെ, അവർക്കും ലോണ് വേഗം കിട്ടും. അപ്പം നമ്മളെ വീട്ടിന് നമ്മൾ TV വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുന്നില്ലേ, അതേപോലെ ഇൻസ്റ്റാൾമെൻറ്റിൽ, അതുപോലെ തന്നെ നമുക്ക് ഇതിന് ലോണ് കിട്ടും. ഇപ്പോൾ ഏതോ ബാങ്ക് ഇതിന് നന്മയുടെ ബാങ്കൊക്കെ റെഡി ആകുന്നുണ്ട്, മുത്തൂറ്റ് വരുന്നുണ്ട്, മലപ്പുറം വരുന്നുണ്ട്. GST റെഡി കഴിഞ്ഞാൽ ഇവിടെ ലോൺ റെഡിയാണ്. 2 ആഴ്ച കൊണ്ട് തന്നെ ലോൺ റെഡിയാവും. ഓക്കെ. ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവുന്നതാണ്. ജോയിയുടെ ഇലക്ട്രിക് ബൈക്കിൽ ഇതിനു മുമ്പ് വന്ന മോഡലുകളെ കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. ഈ ഷോറൂമിൽ നിന്ന് തന്നെയുള്ള വണ്ടികളായിരുന്നു അവയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.